ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് വെക്കാവുന്ന ഒരു മീൻകറിയാണ്. ചോറിന് കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നന്നായിട്ട് ഇണങ്ങി പോകുന്ന ഒരു മീൻകറി. വളരെ നല്ല സ്വാദുള്ള നല്ല കൊഴുത്ത ചാറോട് കൂടിയ മീൻകറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മൺചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ കറി വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് ഏറ്റവും നമുക്ക് കറിക്ക് നല്ല സ്വാദ് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മസാലപ്പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി, വലിയ തക്കാളിയാണ്, ആ തക്കാളി ഇട്ട് 2-3 കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വാടി വരട്ടെ. ഇനി അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വിനാഗിരി ഇല്ലെങ്കിലും കുഴപ്പമില്ല, തക്കാളിക്ക് നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ അത് മതി. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വേളൂരിയാണ്. ഇത് ചെറിയ ചെറിയ മീനുകളാണ്. അപ്പോൾ ചെറിയ ചെറിയ മീനുകളാണ് ഇങ്ങനെ വെക്കാനായിട്ട് സ്വാദ്. അപ്പോൾ വേളൂരി, കൊഴുവ, മത്തി, അയില, കരിമീൻ ഒക്കെ ഇതുപോലെ വെക്കാം. ഇത്തിരി മാംസ കട്ടിയുള്ള മീൻ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ സ്വാദം ഉണ്ടാവില്ല, നമ്മൾ വേറെ പുളിയൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വേളൂരി ചേർത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ സിമ്മിലിടുക. എന്നിട്ട് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് അനക്കി കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പാചകം അറിയാത്ത കുട്ടികൾക്ക് പോലും ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ അനക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ മീൻ. അപ്പോൾ നമുക്ക് കറി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം. ഇതേപോലെ 2 പ്രാവശ്യം തുറന്ന് അനക്കി കൊടുത്താൽ നമ്മുടെ കറി റെഡി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കറി ഇരുന്ന് കഴിയുമ്പോൾ കറി നല്ല സൂപ്പറായിട്ട് വരും. കറി ഒന്ന് വറ്റി ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഇതേപോലെ നല്ല അടിപൊളി കറി കിട്ടും. ഇപ്പോൾ ചോറിനെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ കറിയാണ്. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.